മേഘ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് വന്നിട്ടുണ്ട്, മലബാർ മേഖലയുണ്ട്. എങ്ങനെയുണ്ട് മഴയുടെ ഒരു അന്തരീക്ഷം? മഴ മലബാർ മേഖലയിൽ വിവിധ ജില്ലകളിൽ കാര്യമായി കിട്ടുന്നുണ്ടോ? അതുപോലെ യെല്ലോ അലർട്ട് എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത്? നേരത്തെ അത് നിർഭൻ സൂചിപ്പിച്ചു പൊതുവായി, എങ്കിലും അവിടുത്തെ ഒരു സാഹചര്യം. ശരത്ത്, മഴ ശക്തി പ്രാപിച്ചു വരികയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം മലബാർ മേഖലയിൽ കാസർഗോഡും കണ്ണൂരുമാണ് ഇന്നത്തെ ദിവസം യെല്ലോ അലേർട്ട് ഉള്ളത്. ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട മുന്നറിയിപ്പ് പ്രകാരം നാളെ ഓറഞ്ച് അലേർട്ട് കണ്ണൂർ ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മലബാർ മേഖലയിൽ പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രി മുതൽ ഉള്ളത്. ഇപ്പോൾ നഗരപ്രദേശത്ത് നേരിയ ശമനമുണ്ട്. കോഴിക്കോട് ടൗണിൽ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഗ്രാമീണ മേഖലകളിലും മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ. ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കുറേ കാലമായി മഴക്കാലത്ത് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ മുൻപിൽ കണ്ടുകൊണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നഗരപ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉള്ളത്. ഈ ഓറഞ്ച് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ്. ശരത്ത്, ശരി. മേഘയാണ് കോഴിക്കോട് നിന്ന് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. അബ്ദുൽ സലാം പറയുന്നത് കാസർഗോഡ് മഴയില്ല എന്നാണ്, പക്ഷേ യെല്ലോ അലർട്ട് ഉണ്ട് എന്നതുകൂടി ഓർക്കുക. മഴ വരും. അതുപോലെ ബാലുശ്ശേരിയിൽ നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ടെന്നാണ് നേരത്തെ രജീഷ് എഴുതിയത്. അങ്ങനെ മഴയുടെ ഒരു വലിയ സജീവമായ മഴയിലേക്ക് ഇന്നും നാളെയുമായിട്ടൊക്കെ കേരളം മാറും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയും ഒക്കെ തിരുവനന്തപുരത്ത് കാര്യമായ മഴ, നല്ല മഴ ലഭിക്കുന്നുണ്ട് എന്നതുകൂടിയാണ്. വർഷകാലത്ത് മഴ പെരുമ എന്നൊക്കെയാണ് പഴനി എഴുതുന്നത്. മഴ സജീവമാകുമെന്നൊരു കാലവർഷക്കാലത്ത് പറയേണ്ടി വരുന്നു. വേനൽ മഴ അത്ര ഗംഭീരമായി പെയ്ത ഒരു നാട് കൂടിയാണ്. അത് കഴിഞ്ഞ് കാലവർഷം നേരത്തെ എത്തി, പക്ഷേ അതിനനുസരിച്ച് കാലവർഷം വന്നിട്ടില്ല. സജീവമാകും എന്ന നിലയിലാണ് വീണ്ടും ഈ അറിയിപ്പുകളൊക്കെ വന്നിട്ടുള്ളത്.